ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്ന വ്ളോഗാണ്. അപ്പോൾ ആ പെട്ടിയൊക്കെ സെറ്റാക്കി നമ്മൾ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ടാക്സി നോക്കിയപ്പോൾ ടാക്സി കിട്ടാത്തതിനെ കൊണ്ട് തൽക്കാലം ബസ് പോകാൻ എങ്ങനെയായാലും നമുക്ക് നാട്ടിലെത്തിയാൽ അങ്ങനെ ബസ് കയറി നമ്മൾ ഇതാ പോവാണ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നാൽ പിന്നെ അല്ലേ. അങ്ങനെ നമ്മൾ ബസ് കയറി അതൊരു മെട്രോ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇവിടുന്ന് മെട്രോയിൽ പോകും. അപ്പം ഇതൊക്കെയാണ് പോവാണ്. ഒറ്റക്കാണ് പോകുന്നത്. നമുക്ക് പിന്നെ വേറെ ആരും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് നമ്മൾ പോരല്ല, എന്തിനാണ് അവർക്ക് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അങ്ങനെ മെട്രോയിൽ കയറി നമ്മളിതാ ഇബിൻ ബത്തോത്തയിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ബസ്സുണ്ട്. അങ്ങനെ മൈരവിന് സമയമായി. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മൈരബിസ്കൊക്കെ സ്ഥലം കിട്ടി. അങ്ങനെ മൈരബിസ്ക് വെച്ച് ബസ് കയറി 1 മണിക്കൂർ ബസ്സിലിനി. അങ്ങനെ ആ ബസ്സിൽ കയറി നമ്മൾ എയർപോർട്ടിലെത്തി. ഒടുവിൽ അങ്ങനെ എയർപോർട്ടിൽ കയറുകയാണ്. അങ്ങനെ നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ചെക്കിനൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ സമയമായി. അപ്പോൾ നിസ്കരിച്ചു. നിസ്കാരം നമ്മൾ കറക്റ്റ് സമയത്ത് നിസ്കരിക്കണം. അപ്പോൾ അതാ എയർപോർട്ടിൽ ചെല്ലുന്നത് നല്ല അടിപൊളിയാണ്. വാട്ട് എ ബ്യൂട്ടിഫുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള എയർപോർട്ട് തന്നെയാണ് അബുദാബി. പക്ഷെ അടക്കാണ്ടെന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിന് സമയമായി 11:20 നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നത് കണ്ടില്ല. ഇതാണ് ഫ്ലൈറ്റിനുള്ളിൽ, കാണാത്തവർ കണ്ടോളൂ. അപ്പോൾ നമുക്ക് ആ വിൻഡോ സീറ്റ് തന്നെ കിട്ടി. നമ്മൾ ചോദിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വിൻഡോ സീറ്റ്. നല്ല യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒപ്പം കുറച്ച് കളിച്ചു. ഇതൊക്കെ ഒരു രസമല്ലേ അത്, കുട്ടികളെ കിട്ടിയാൽ നല്ല രസമാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ സ്ലീപ്പിംഗ് മോഡായി. അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച. വെയിൻ്റെ ആ ബ്യൂട്ടി നമുക്ക് കറക്റ്റ് കാണാൻ പറ്റി. നൈറ്റ് വ്യൂ. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം നമ്മൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ കാല് കുത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലെത്തി ഗൈസ്. അങ്ങനെ അവിടുന്ന് സുറിയസ്കരിച്ചു. അൽഹംദുലില്ലാ നിസ്കാരമൊന്നും കളയില്ല. അങ്ങനെ നമ്മൾ പെട്ടിക്ക് കാത്തുനിന്നു, പെട്ടിയും വന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാനാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് പെങ്ങളെ കൂട്ടി ചാടി കളിക്കുന്നുണ്ട്. എന്താ ചെയ്യുക, അവർക്ക് മാമൻ എന്ന് പറഞ്ഞാൽ ജീവൻ, എന്താ ചെയ്യാനോ. അതാ ഒന്നാമത്തത് ഒരാളും കൂടി കാണിച്ചു തരാം. ഇവർ നമ്മളെ പറ്റി നിൽക്കുന്നുണ്ട്. ഈ ഗൾഫിൽ നിന്ന് വന്ന മാമനാണല്ലോ അവർക്ക് നമ്മൾ. അതൊക്കെ നമ്മളെ ടീമാണ് കാര്യം. ഇതാണ് 3-മത്തെ ആൾ, ഈ സെറ്റ്. അവർക്കാണ് നമ്മളെ കണ്ട് സന്തോഷവും ഇതാണോ എന്തൊക്കെയോ വരുന്നത്. അങ്ങനെ അവർക്ക് വണ്ടി പോകുന്നതിന് 2 ട്രിപ്പ് അടിച്ചു. അപ്പോൾ അവിടുത്തെ ഒരാൾ വരുന്നുണ്ടില്ല കളി. അപ്പോൾ ഓക്കെ, ബൈ.